എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ഫാർമസി എക്സാം ആയിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ നീറ്റ് 2025, നാറ്റ 2025, അതുപോലെ തന്നെ ഉള്ള എക്സാമിനേഷനുകൾക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് 7-10 തീയതികളിലായിട്ടാണ്. അതായത് നീറ്റ് പരീക്ഷയുടേത് മാർച്ച് 7 തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ കീമിൻ്റേത് മാർച്ച് 10 തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് നീറ്റിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ്, അതായത് സെൻട്രൽ എഡ്യൂക്കേഷൻ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഈ ഒരു പർപ്പസ് എന്ന് പറയുന്നത് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ളതാണ്. സെൻട്രൽ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷണൽ പർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ഉണ്ട്. അപ്പോൾ കീമിന് വേണ്ടത് സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്, കീമിന് വേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. നീറ്റിന് സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസും അതുപോലെ തന്നെ കീമിന് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസും. ഈ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ ഒരു കീമിൻ്റേത് മാർച്ച് 10 തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓൺലൈനായിട്ടുള്ള അപേക്ഷയുള്ളത്. അതുപോലെ തന്നെ നീറ്റിൻ്റേതാണെങ്കിൽ നിലവിൽ മാർച്ച് 7 തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കീമിൻ്റെ മെഡിക്കൽ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക്, അതായത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഫാർമസി കോഴ്സിന് കീമിൻ്റെ ഈ ഒരു എക്സാമാണ് എഴുതേണ്ടത്. കീമിൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ മാത്രമായിട്ട് ഫാർമസി മാത്രം ഓപ്ഷൻ സെലക്ട് ചെയ്തവർക്ക് വേണ്ടി നടത്തും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗും ഫാർമസിയും രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗിനും ഫാർമസിക്കും, അതായത് എഞ്ചിനീയറിംഗിൻ്റേത് ഒരു ദിവസം ആയിട്ട് ഈ ഒരു എക്സാം നടത്തും. അതുപോലെ ഫാർമസിയുടെയും എഞ്ചിനീയറിംഗിൻ്റെയും ഒരുമിച്ചിട്ടായിരിക്കും ഈ ഒരു 2 ഓപ്ഷനും സെലക്ട് ചെയ്തവർക്ക് നടത്തുക. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നിങ്ങൾ ഈ ഒരു കീമിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ ആൻഡ് അലൈഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും അതുപോലെ നീറ്റ് UG 2025 പരീക്ഷ ക്വാളിഫൈ ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആയിട്ടുള്ള നാറ്റ എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ക്വാളിഫൈ ആവേണ്ടതുമായിട്ടുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് കീമിൻ്റെ ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ടുണ്ട്. കീമിൻ്റെ എൻട്രൻസ് എക്സാമിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയാണ് പേപ്പർ 1-ൽ ഉണ്ടാവുക. പേപ്പർ 2-ൽ മാത്സ് ആണ് ഉണ്ടാവുക. ഫാർമസി മാത്രം സെലക്ട് ചെയ്ത് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവർക്ക് ആകെയുള്ളത് ഈ ഒരു പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ ആ ഒരു എക്സാം മാത്രമായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാവും. ഹൗ ടു അപ്ലൈ എന്നുള്ള ഓപ്ഷൻ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണോ നിങ്ങൾ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് അതനുസരിച്ച് ആ ഒരു കോഴ്സുകൾ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് നൽകേണ്ടതാണ്. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു CEയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഈ ഒരു PDF-ൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഹൗ ടു അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ ഓൾറെഡി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും, അതായത് ഒരു PDF ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഫീസും കാര്യങ്ങളൊക്കെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ്. അതായത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, നാറ്റിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് SSLC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിലുള്ളതാണെങ്കിൽ അത് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഈ രീതിയിൽ SSLC സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. കീമിന് വേണ്ടത് നീറ്റിന് ആണെങ്കിൽ സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. അതുപോലെ ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റെന്തെങ്കിലും ആനുകൂല്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇതിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 5 സ്റ്റെപ്പുകളാണ് ഉള്ളത്. രജിസ്ട്രേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തേത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക, മൂന്നാമത്തേത് ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുക, നാലാമത്തേത് നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ സർട്ടിഫിക്കറ്റ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക, അവസാനമുള്ള സ്റ്റെപ്പാണ് അക്നോളജ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റെ, അതായത് കീമിൻ്റെ ഈ ഒരു അപേക്ഷയിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രത്യേകം ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്, കാൻഡിഡേറ്റ് ആർ റിക്വസ്റ്റഡ് to do course selection wisely, select all the desired courses now, further changes will not be permitted എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ താല്പര്യമുള്ള എല്ലാ കോഴ്സുകളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പിന്നീട് അവസരം ഉണ്ടായിരിക്കില്ല. എല്ലാ കോഴ്സിനും കൂടി ഒരു അപേക്ഷ മാത്രമേ നൽകേണ്ടതുള്ളൂ. ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ സമർപ്പിച്ചാൽ അപേക്ഷൻ അയോഗ്യതാവും. അതായത് ഒന്നിൽ കൂടുതൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങളുടെ അപേക്ഷ റദ്ദ് ചെയ്യും. 2 അപേക്ഷയും റദ്ദ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 4 ഓപ്ഷൻസ് ആണുള്ളത്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതായത് അതിൻ്റെ യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുക. +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്.
പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഓപ്ഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു ബട്ടൺ കാണാം, അതായത് റേഡിയോ ബട്ടൺ, അതായത് ചെക്ക് ബോക്സ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചെക്ക് ബോക്സ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആർക്കിടെക്ചർ കോഴ്സ് കാണാം. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആർക്കിടെക്ചർ കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആർക്കിടെക്ചറിന് നിങ്ങൾക്ക് ഇതിന് എക്സാം, ഈ ഒരു കീമിൽ പ്രത്യേകിച്ച് എക്സാം നടത്തുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് നാറ്റ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നാഷണൽ NTA നടത്തുന്ന, അതായത് ഈ ഒരു കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന ആ ഒരു എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിനേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു എക്സാമിനേഷൻ എഴുതി അതിൽ ക്വാളിഫൈ ആവേണ്ടതുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കീമിൻ്റെ എക്സാം ഉണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഏകദേശം ഒരു ഏപ്രിൽ മെയ് ആ ഒരു മാസത്തിലൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ആർക്കിടെക്ചർ സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ നാറ്റ ക്വാളിഫൈ ആവേണ്ടതാണ്. അതുപോലെ നീറ്റിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് കൂടി സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് കേരളത്തിൽ MBBS, BDS അതുപോലുള്ള വിവിധ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ നീറ്റ് UG 2025 പ്രവേശന പരീക്ഷ ക്വാളിഫൈ ആവേണ്ടതുമാണ്. അപ്പോൾ നീറ്റിൻ്റേത് ഈ ഒരു മാർച്ച് 7-ാം തീയതിയാണ് നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗിൻ്റേത് മാർച്ച് 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ നിങ്ങൾ നീറ്റിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഫാർമസി കോഴ്സ് ആണെങ്കിൽ, അതായത് B.Pharm കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാർമസി കോഴ്സ് കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് B.Pharm കോഴ്സ് കൂടി നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ചെക്ക് ബോക്സ് കൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ 4 ഓപ്ഷനും ക്ലിക്ക് ചെയ്യുമ്പോൾ 4ഉം സെലക്ട്, അവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു ഫാർമസി കോഴ്സിന് നിങ്ങളുടെ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കാണ് +2ൻ്റെ മാർക്കല്ല. ഈ ഒരു എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നുവോ അതനുസരിച്ചിട്ടാണ് ഈ ഒരു ഫാർമസിയുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടത് മുഴുവനും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്കിതിൽ ഏതൊക്കെ വേണം അത് മുഴുവനായിട്ട് ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ സെലക്ട് ചെയ്യുക. പിന്നീട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കീമിൽ അപേക്ഷിക്കുന്ന സമയത്ത് കീമിൽ എക്സാം നടത്തുന്നത് എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ടും ഫാർമസിക്ക് വേണ്ടിയിട്ടുമാണ്. ആർക്കിടെക്ചർ കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ നാറ്റ ക്വാളിഫൈ ചെയ്ത് അതിൻ്റെ സ്കോർ പിന്നീട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ആണ് നിങ്ങൾ ഈ ഒരു അലൈഡ് കോഴ്സസിനാണെങ്കിൽ നീറ്റ് UG 2025 പ്രവേശന പരീക്ഷ ആയിട്ടുള്ള ആ ഒരു നീറ്റ് UG നിങ്ങൾ ക്വാളിഫൈ ആവണം. പിന്നീട് അതിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു കീമിൻ്റെ വെബ്സൈറ്റിൽ ആ ഒരു നീറ്റ് UGയുടെ മാർക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജിലും അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ അതുപോലെ ആർക്കിടെക്ചർ കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ കിട്ടുക. എഞ്ചിനീയറിംഗിനും ഫാർമസി കോഴ്സും ആണെങ്കിൽ കീമിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയ ശേഷം അതിൽ നിന്നും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് ലഭിച്ച +2ൻ്റെ മാർക്കും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ കിട്ടിയ മാർക്കും കൂട്ടി 50-50 അനുപാതത്തിൽ എടുത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഫാർമസി കോഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിലെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഫാർമസി കോഴ്സിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോഴ്സും അപേക്ഷ നൽകുന്ന സമയത്ത് സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ചില ഈ ഒരു ആർക്കിടെക്ചറും മെഡിക്കലിനും വേണ്ട യോഗ്യതയായിട്ടുള്ള ഈ ഒരു ആർക്കിടെക്ചർ നാറ്റ എക്സാമിനേഷൻ അതുപോലെ തന്നെ ഈ ഒരു മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് ആണെങ്കിൽ നീറ്റ് UG 2025 എന്നിങ്ങനെയുള്ള പരീക്ഷകൾ കൂടി നിങ്ങൾ അപേക്ഷ നൽകുകയും അത് ക്വാളിഫൈ ആവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നൽകാൻ ശ്രദ്ധിക്കുക. അതായത് മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഇവയൊക്കെ കൃത്യമായിട്ട് നൽകാൻ ശ്രദ്ധിക്കുക. അപേക്ഷിക്കുമ്പോൾ തെറ്റിക്കരുത്. അതുപോലെ തന്നെ നീറ്റ് UGയുടേത് മാർച്ച് 7-ാം തീയതി വരെയും അതുപോലെ തന്നെ കീമിൻ്റേത് മാർച്ച് 10-ാം തീയതി വൈകുന്നേരം 5 മണി വരെയുമാണ് അപേക്ഷയുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.